നമുക്ക് ഇനി ഒന്ന് ഒരു സജു ദേവസിയിലേക്ക് പോവാം. കണ്ണൂരിലെ മലയോര മേഖല ഇരിട്ടിയില് കരോൾ സംഘത്തിനൊപ്പമാണ് സജു ദേവസി ഉള്ളത്. സജു ദേവസിയ, ഹാപ്പി ക്രിസ്മസ്. സജോ എവിടെയാണ്? കണ്ടു പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് എല്ലാവർക്കും, നമ്മുടെ പ്രേക്ഷകർക്കും ഒപ്പം ഫ്ലോറിലുള്ള എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ നേരുകയാണ്. ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ഇരിട്ടി കീഴ്പള്ളിക്കടുത്ത് മാങ്ങോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് ശരിക്കും എൻ്റെ നാടാണ്. ഞാനിവിടെ അതിഥിയാണെങ്കിലും ഇതെൻ്റെ സ്വന്തം നാടാണ്. ഞാൻ പഠിച്ച സ്കൂളും ഒക്കെയാണ് പുറകിൽ കാണുന്നത്. നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. ശരിക്കും അതായത് 24 നമ്മൾ ഡിസംബർ 25 ക്രിസ്മസ് എന്ന് പറയുമ്പോഴും 24 ശരിക്കും ആളുകൾ ഉറങ്ങാത്ത രാത്രി. അതായത് കാരൾ സംഗീതം, വീടുകൾ കയറിയുള്ള കരോൾ, അതുപോലെ ഇവിടെയുള്ള ആഘോഷങ്ങൾ, പാതിര കുർബാന, അങ്ങനെ ആഘോഷത്തിൻ്റെ രാവാണ് ശരിക്കും ഇവിടെ. കുറേയധികം ആളുകൾ നമ്മളോടൊപ്പം ഇവിടെ ചേരുന്നുണ്ട്. അവർ അതായത് വീടുകൾ കയറിയുള്ള കരോളൊക്കെ അതിൻ്റെ പകുതിയൊക്കെയാണ്, പകുതിയിലും ഒക്കെ നമ്മളോടൊപ്പം ചേർന്ന ആളുകളാണ്. എല്ലാവരും നമ്മുടെ പരിചയക്കാരും നമ്മുടെ പ്രേക്ഷകരും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. വളരെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്നതിലും ഇവരോടൊക്കെ ഒപ്പം ഈ സന്ദർഭം ചെലവഴിക്കാൻ കഴിയുന്നതിലും. അതായത് മലയോരത്തെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് ഈ ദിവസത്തെ രാത്രി ഉടനീളം നീളുന്ന യാത്രയാണ്. അതായത് യഥാർത്ഥത്തിൽ ക്രിസ്മസിൻ്റെ സന്ദേശം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണല്ലോ. അപ്പോൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെയാണ്, രക്ഷാകര സന്ദേശം കൂടിയാണ്. അങ്ങനെയുള്ള വലിയ ആവേശവും സന്തോഷവും ഒക്കെ ഉണ്ട്. അങ്ങനെ വീണ്ടും ആ ഒരു പഴയ നൊസ്റ്റാൾജിയൊക്കെ പങ്കുവെക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതാണ് ഇന്നത്തെ ദിവസം. ഒപ്പം നമ്മുടെ പ്രേക്ഷകരോടൊപ്പം 24-നൊപ്പം അത് ചെലവഴിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇവിടെ കുറച്ച് ആളുകളൊക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സംഗീതം നിലയിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും നമ്മുടെ സാധാരണ നിലയിലുള്ള കരോൾ ഗാനം നമ്മൾ ആലപിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് പാടാം. അപ്പോൾ ഒരു പാട്ടിലേക്ക് പോയാലോ? ആരാ? വാ ഇങ്ങോട്ട് നിൽക്ക്, വാ. അപ്പോൾ നമുക്ക് റെഡിയല്ലേ? റെഡി. തുടങ്ങ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള പാട്ടാണ്. തുടങ്ങാം. ജെയിംസേ, ഇരിട്ടിക്കാരുടെ പാട്ട് നമുക്ക് ഇഷ്ടമായി അല്ലേ? നല്ല എനർജിയാണ്. നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ ഒരു വാദപ്രതിവാദ തർക്കം നടക്കുകയാണ്. ഈ സാന്റ ജെയിംസ് സാർ എല്ലാം തെളിഞ്ഞു. ഇപ്പൊ പറയുന്നത് ഹാഷ്മി അല്ലെങ്കിൽ ഉന്മേഷ് ശിവരാമനാണെന്നാണ്. അയ്യോ, നമുക്ക് ഹാഷ്മിയാണോ സാന്റോ? ഒരിക്കലുമല്ല. ശിവരാമനാണോ? ഇതൊരു അപരനായ സാന്റയാണ്. ഓക്കെ സാന്റോ.